വെൽക്കം ടു NRI Will. US-ൽ തൊഴിലവസരങ്ങൾ കുറയുമോ? ആമസോണും ഇൻഫോസിസും അടക്കമുള്ള മുൻനിര കമ്പനികൾ H-1B വിസ സ്പോൺസർഷിപ്പ് വെട്ടിക്കുറച്ചു. തീരുമാനം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ തിരിച്ചടിയാകും. US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസസിന്റെ കണക്കുകൾ പ്രകാരം ആമസോൺ, ഇൻഫോസിസ്, IBM തുടങ്ങിയ മുൻനിര കമ്പനികൾ ഈ വർഷം H-1B വിസ സ്പോൺസർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും വൈദഗ്ധ്യമുള്ള വിദേശ പൗരന്മാർക്കും നിർണായകമായ H-1B വിസ US-ൽ 3 വർഷം വരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നു. ഇത് 3 വർഷത്തേക്ക് കൂടി നീട്ടാം. ഈ സൗകര്യത്തിനാണ് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. US-ൽ H-1B വിസയുള്ളവരുടെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഇന്ത്യക്കാരാണ്. എന്നിരുന്നാലും ഈ വർഷത്തെ ഡാറ്റ എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളിലും ഉടനീളമുള്ള H-1B സ്പോൺസർഷിപ്പുകളിൽ ഇടിവ് പ്രതിഫലിപ്പിക്കുന്നു. H-1B വിസ നേടുന്നതിന് അപേക്ഷകർക്ക് US-ലെ തൊഴിലുടമയിൽ നിന്ന് സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. ടെക്നോളജി ഭീമന്മാരും ആഗോള കൺസൾട്ടൻസി സ്ഥാപനങ്ങളും H-1B സ്പോൺസർഷിപ്പുകളിൽ ആധിപത്യം പുലർത്തുന്നു. ഇത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് US-ൽ തൊഴിലും താമസവും ഉറപ്പാക്കുന്നു. US-ലെ മികച്ച 15 സ്പോൺസറിംഗ് കമ്പനികളിൽ H-1B വിസ അംഗീകാരങ്ങളിൽ കുറവുണ്ടായതായി USCIS ഡാറ്റ വ്യക്തമാക്കുന്നു. US-ൽ കാര്യമായ പ്രവർത്തനങ്ങളുള്ള 2 ഇന്ത്യൻ ടെക് സ്ഥാപനങ്ങളായ ഇൻഫോസിസും ടാറ്റ കൺസൾട്ടൻസി സർവീസസും വിസ നൽകുന്നതിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അമേരിക്കൻ തൊഴിലാളികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കർശനമായ H-1B വിസ ചട്ടങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയേറെയാണ്. ഇത് ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയാകും. പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കാൻ സ്പെയിൻ. തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരമായ പദവി നൽകാനാണ് പദ്ധതിയിടുന്നത്. രാജ്യത്തെ തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് സ്പെയിൻ. അടുത്ത 3 വർഷത്തേക്ക് പ്രതിവർഷം 3 ലക്ഷം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം. സ്പെയിനിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ കുടിയേറ്റക്കാരെ പ്രാപ്തരാക്കുന്ന ജോലി, റെസിഡൻസി പെർമിറ്റ് പ്രക്രിയകൾ കാര്യക്ഷമമാക്കുക എന്നതാണ് ഈ പരിഷ്കാരം ലക്ഷ്യമിടുന്നത്. സ്പെയിൻ പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുന്നതായും ഇത് കുടിയേറ്റക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും മൈഗ്രേഷൻ മന്ത്രി എൽമ സൈസ് പറഞ്ഞു. യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇറ്റലിയും സ്പെയിനും വലിയ തോതിൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നുണ്ട്. പുതിയ നിയമം തൊഴിൽ താമസ പെർമിറ്റുകൾക്കുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതായാണ് വിലയിരുത്തൽ. കൂടാതെ ഇത് കുടിയേറ്റക്കാരെ സ്വയം തൊഴിൽ ചെയ്യുന്നവരായും തൊഴിലാളികളായും രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നു. അധിക തൊഴിൽ അവകാശ ഗ്യാരണ്ടികളും നിയമം നൽകുന്നു. വിദഗ്ധരായ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഓസ്ട്രേലിയയിൽ വൻ തൊഴിലവസരം. ഡിസംബർ മുതൽ മേറ്റ്സ് പ്രോഗ്രാമിന് തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരായ യുവാക്കൾക്ക് രാജ്യത്ത് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പുതിയ പദ്ധതി ഓസ്ട്രേലിയ ആരംഭിക്കുന്നു. മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്കും കരിയറിലെ ആദ്യകാല പ്രൊഫഷണലുകൾക്കും ഓസ്ട്രേലിയയിൽ 2 വർഷത്തേക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഇതുവഴി ലഭിക്കുന്നു. 2023 മെയ് 23 ഓസ്ട്രേലിയയും ഇന്ത്യയും മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ണർഷിപ്പ് അറേഞ്ച്മെന്റിൽ പ്രവേശിച്ചു. നിയമവിരുദ്ധവും ക്രമരഹിതവുമായ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ ഉരുതിരിഞ്ഞ ഒരു ഉഭയകക്ഷി ചട്ടക്കൂടാണിത്. 30 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കും. മെയ്റ്റ്സിന്റെ ഭാഗമായി വിസയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യത നേടുന്നതിന് ഓസ്ട്രേലിയൻ തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ല എന്നതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത. കൂടാതെ മെയ്റ്റ്സ് പങ്കാളികൾക്ക് താൽക്കാലികമായോ സ്ഥിരമോ ആയ താമസം അനുവദിക്കുന്ന മറ്റൊരു വിസയ്ക്ക് അപേക്ഷിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ അവരുടെ താമസ കാലയളവ് നീട്ടാവുന്നതാണ്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ ഓസ്ട്രേലിയയ്ക്ക് പിന്നാലെ UK-യും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാനാണ് ആലോചന. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അതിന് അറുതി വരുത്താൻ ആലോചിക്കുകയാണ് UK. 16 വയസ്സിൽ താഴെയുള്ള കൗമാരക്കാരെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം.
സോഷ്യൽ മീഡിയ ഉപയോഗത്തെ തുടർന്ന് കുട്ടികൾ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളുടെ മാനസിക വളർച്ചയെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്നുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. യുവാക്കളിലെ സോഷ്യൽ മീഡിയകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. 16 വയസ്സുവരെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതിനുള്ള നിയമം ലോകത്താദ്യമായി ഓസ്ട്രേലിയ അവതരിപ്പിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ കമ്മ്യൂണിക്കേഷൻ മന്ത്രി മിഷേൽ റോളൻഡ് അവതരിപ്പിച്ച ബിൽ ഓൺലൈൻ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ബിൽ പാസായാൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ 1 വർഷം വരെയെങ്കിലും സമയമെടുക്കും. കുട്ടികൾ അക്കൗണ്ട് എടുക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും ബില്ലിൽ പറയുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ ടിക്ടോക്ക്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ $3.3 കോടി പിഴ നൽകേണ്ടി വരും. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഓൺലൈൻ പോണോഗ്രഫി നിയന്ത്രിക്കാനുള്ള നിയമവും ഓസ്ട്രേലിയ ആലോചിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്നും കാനഡ ഇമിഗ്രേഷൻ അതോറിറ്റിക്ക് കിട്ടിയത് 10,000-ലധികം വ്യാജ അപേക്ഷകൾ. ഇതോടെ കൂടുതൽ കർശനമായ പരിശോധനകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കാനഡയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ 93% മാത്രമാണ് സത്യസന്ധമായിട്ടുള്ളത്. 2% വ്യാജമാണ്. കൂടാതെ 1% വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കിയിട്ടുണ്ട്. പല കേസുകളിലും വിദ്യാർത്ഥികളുടെ അപേക്ഷയിലെ ആധികാരികത സ്ഥിരീകരിക്കുന്നതിൽ കോളേജുകളും സർവകലാശാലകളും പരാജയപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ കർശനമായ പരിശോധനാ നടപടികൾ അവലോകനം ചെയ്തതിൽ 5 ലക്ഷം അപേക്ഷകളിൽ സംശയാസ്പദമായ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2023 ഇന്ത്യയിലെ ലൈസൻസ് ഇല്ലാത്ത കൺസൾട്ടന്റ് വഞ്ചനാപരമായ സ്വീകാര്യതാ കത്തുകൾ നൽകിയതിനു ശേഷം ഒരു കൂട്ടം അന്തർദേശീയ വിദ്യാർത്ഥികൾ നാടുകടത്തൽ നേരിട്ട സംഭവത്തെ തുടർന്നാണ് പരിശോധനാ നടപടികൾ നടപ്പിലാക്കിയത്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAEയിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണ നടപടികൾ പുരോഗമിക്കുന്നു. ഈ വർഷത്തെ സ്വദേശിവൽക്കരണ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ 31 അവസാനിക്കും. കുവൈറ്റിൽ താമസ കുടിയേറ്റ നിയമ ഭേദഗതിക്ക് നിയമസഭയുടെ അംഗീകാരം. മനുഷ്യക്കടത്ത്, വിസ കച്ചവടം എന്നിവ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ. ഖത്തറിലെ ഉപഭോക്താക്കൾക്കായി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ ഡീൽ പ്രമോഷന് തുടക്കമായി. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഡിസംബർ 5 വരെയാണ് സൂപ്പർ ഡീൽ പ്രമോഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1000 പേർക്ക് സൗജന്യ ഉംറ തീർത്ഥാടനത്തിന് അവസരം. ലോകമെമ്പാടുമുള്ള 66 രാജ്യങ്ങളിൽ നിന്നുള്ള 1000 ഉംറ തീർത്ഥാടകർക്കാണ് സൽമാൻ രാജാവ് അനുമതി നൽകിയത്. കുവൈറ്റിൽ രാജ്യാന്തര പുസ്തകമേളയ്ക്ക് തുടക്കമായി. മിഷർ ഓഫ് എക്സിബിഷൻ ഫെയർ ഗ്രൗണ്ടിൽ നടക്കുന്ന പുസ്തകമേള നവംബർ 30 അവസാനിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു പട്ടണം, അതൊരു സ്വർണ്ണഖനിയാണ്. കാണാം NRI വേൾഡ് ഡെസ്റ്റിനേഷൻ.
ഒരു രാജ്യത്തിൻ്റെ ദേശീയ ആഹാരം ആ നാട്ടിലെ തെരുവുകളിൽ കിട്ടുന്ന ഭക്ഷണമാണ്. ഈ ഡിഷിന് പക്ഷേ ഇന്ത്യയുമായി അടുത്ത ബന്ധമുണ്ട്. ഇതോടെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.